എന്താ ലേഖനം? ഞാൻ അരീക്കോട് ദർസ് ചേർന്ന കാലത്ത് ജുമാ ഖുത്ബയുടെ മുമ്പ് ഒരു മലയാള പ്രസംഗം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞാൻ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വാഴക്കാട്ടേക്ക് വിടുകയും കന്യത്ത് ഉസ്താദിന്റെ അഭിപ്രായം പോലെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. തദനുസൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജുമാ ഖുത്ബക്ക് മുമ്പ് അൽ കഹ്ഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമഅക്ക് വന്നവർ ശുഗ്ല് ആകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അസദ് ആകുന്നു, അഫ്ളൽ ആയ പ്രവൃത്തിയാണ് അപ്പോൾ നിറവേറ്റേണ്ടത്. കന്യത്ത് ഉസ്താദിന്റെ ഈ തീരുമാനം അംഗീകരിച്ച് ഞാൻ അവിടെ നിന്ന് പോരുന്ന കാലം വരെ ആ പ്രസംഗം അവിടെ ഇല്ലായിരുന്നു. കാലക്രമേണ കമ്മിറ്റികൾക്ക് മാറ്റം സംഭവിക്കുകയും പരിഷ്കാരങ്ങൾ വന്നു ചേരുകയും ചെയ്തപ്പോൾ ആ തീരുമാനത്തിന് അവിടെ ഇന്ന് പ്രസക്തിയില്ലാതെ ആയിരിക്കുകയാണ്. ഇതാരാ പറയുന്നത്? ഇന്നത്തെ അപ്പുറത്തെ സമസ്തന്റെ പ്രസിഡന്റ് ശൈഖുനാ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ശൈഖുനാ കന്യത്ത് ഉസ്താദിന്റെ സ്മരണികയിൽ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴും പറയുന്നു കന്യത്ത് ഉസ്താദിനും ഈക്കും എതിരാണ് ഞങ്ങളെ പേരിൽ ആരോപണം പറയും. ഞാൻ ചോദിക്കുന്നു, കന്യത്ത് ഉസ്താദ് ഇങ്ങനല്ലേ പറഞ്ഞത്? ഈക്കെ ഉസ്താദിന്റെ സ്മരണികയിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? അപ്പൊ ഈ കെ ഉസ്താദും കന്യത്ത് ഉസ്താദിനെയും നിങ്ങൾ കൈയൊഴിച്ചിട്ട് കാലം എത്രയായി മക്കളെ? കന്യത്ത് ഉസ്താദിനെയും ഈ കെ ഉസ്താദിനെയും നിങ്ങൾ കാര്യം തിരിയാത്തവരാക്കിയിട്ട് കാലം എത്രയായി? ഇനി ചോദിക്കട്ടെ, ഈ കുറ്റ്യാടിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ജുമുഅ അത് 40ഓളം കൊല്ലമില്ലാതെയായിട്ട് ഞാൻ തുടങ്ങി. എന്നിട്ട് ചോദിക്കട്ടെ, SKSSFന്റെ സ്റ്റേജിൽ പോയി ഇരുന്ന മഹൽ വ്യക്തി അടക്കം അതേ ഈ മലയാള പ്രസംഗം ജുമഅക്ക് മുമ്പ് അതാ നടത്താൻ വേണ്ടിയല്ലേ പരിപാടി ഉണ്ടാക്കിയത്? കന്യത്ത് ഉസ്താദും നിങ്ങളും തമ്മിൽ ബന്ധമെവിടെ? ഈ ഉസ്താദും നിങ്ങളും തമ്മിൽ ബന്ധമെവിടെ? മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു തരണേ. ഇതാ ഞാൻ എന്റെ പുസ്തകമല്ല വായിച്ചത്. ഇനി ഞാൻ അടുത്തതിലേക്ക് കിടക്കട്ടെ. സുഹൃത്തുക്കളെ, സ്വപ്നത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? മഹാന്മാരായ സഹാബത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നിർദ്ദേശം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. ഓതിപ്പടിക്കണം. ഇതാ ഇത് തുഹ്ഫയാണ്, തുഹ്ഫ. ഈ തുഹ്ഫ പട്ടിക്കാട് ദർസ് നടത്തുന്നില്ലേ ഇപ്പോ? മുമ്പ് കാലത്തൊക്കെ അവിടെ അത് ദർസ് നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പൊ ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, നന്ദിയിലും മുമ്പ് ഇത് ദർസ് നടത്തിയിട്ടില്ലേ? എന്നാൽ ഈ തുഹ്ഫയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതാ ഒരു വിഷയം പറയുന്നത്. എന്താണത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്നൊരു ചർച്ച വന്നു. എന്താണ് ചർച്ച? സഹാബത്തിനിടയിൽ ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കുളിപ്പിക്കുമ്പോ കുപ്പായം കഴിക്കണോ കഴിക്കണ്ടേ എന്നാ ചർച്ച. കുപ്പായം അഴിക്കണോ അഴിക്കണ്ടേ എന്നാ ചർച്ച. സഹാബത്തിനൊന്നും മനസ്സിലാകുന്നില്ല. അഴിക്കാനും ന്യായമുണ്ട്, അഴിക്കാതിരിക്കാനും ന്യായമുണ്ട്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരു ചെറിയ തൂങ്ങിയുറക്കം അവർക്ക് ബാധിക്കുകയാണ്. തൂങ്ങിയുറക്കം ബാധിച്ചു എന്ന് ശർവാനിയിൽ കാണാം. ആ സമയത്ത് അതാ അവർ കേൾക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം നിങ്ങൾ അഴിക്കേണ്ടതില്ല, നിങ്ങൾ കുപ്പായം അഴിക്കാതെ തന്നെ നിങ്ങൾ അതാ കുളിപ്പിച്ചോളൂ. ആ കാര്യം അവർ കേട്ടപ്പോൾ സഹാബത്ത് ഇജ്മാ ആവുകയാണ്. ഉറക്കിൽ കിട്ടിയ വിവരമാണ് അവർക്ക്. പക്ഷേ അതിന്റെ ശേഷം അവർ ഇജ്മാ ആവുകയാണ്. അങ്ങനെ അവിടുത്തെ കുപ്പായം അഴിക്കാതെ തന്നെ കുപ്പായത്തിൽ അവിടുത്തെ കുളിപ്പിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഒരു വിഷയത്തിൽ സഹാബത്തിന് വേണോ വേണ്ടേന്ന് തർക്കം വന്നപ്പോ അതേത് വിഷയം? ഹറാമല്ല, കറാഹത്തല്ല, ചെയ്യൽ വുജൂബല്ല, സുന്നത്തല്ല, ഏതാ നല്ലത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ പുണ്യകേശത്തെ കുറിച്ച് പറഞ്ഞതുപോലെ കാന്തപുരം ഉസ്താദിന് കൊടുക്കണോ
അല്ല ഇവിടെ തന്നെ വെക്കണോ? ഒരു പ്രത്യേകം ഹുക്മതിൽ വരുന്നില്ല. എന്നാലും അതിനൊരു മനസ്സമാധാനം കിട്ടണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിർദ്ദേശം വരെ കാത്തെന്ന് പറഞ്ഞത്. അത് തന്നെയല്ലേ സഹാബത്തിനും കിട്ടിയത്? സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്ക് ആ നിർദ്ദേശം കിട്ടിയപ്പോ അവരതാ പറഞ്ഞതുപോലെ അവിടുന്ന് അതാ നിർദ്ദേശം കിട്ടിയതുപോലെ അവിടുന്ന് അവര് ചെയ്യുന്നു. കുപ്പായം എടുക്കാതെ തന്നെ അഴിക്കാതെ തന്നെ അവിടുത്തെ കുളിപ്പിക്കുന്നു. വായിച്ചാല ഇവിടെ കേട്ടോ. വല്ലക്മലു അന്നഹു യൂസലു ഫീ ഖമീസിൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ലിമാ സഹ അന്നഹും ലമ്മാ അഖദൂ ഫീ ഖസ്ലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ നാദാഹും മുനാദിൻ മിൻ ദാഖിലിൽ ബൈതി റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വിളിക്കുന്നത് കേൾക്കുകയാണ്. ലാ തൻസിഉ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസഹു നബി തങ്ങളുടെ കുപ്പായം നിങ്ങൾ കുളിപ്പിക്കുമ്പോൾ അഴിക്കണ്ട കേട്ടോ. ഇവിടെ കാണാം ഇബാറത്തു നിഹായ സിർവാനി ഇബാറത്തു നിഹായ ആദ്യം വായിച്ച തുഹഫ ലമ്മ ഇഖ്തലഫത്തി സ്വഹാബത്തു ഫീ ഗസ്ലിഹി ഹൽ നുജരിദുഹു അം നഗ്സിലുഹു ഫീ സിയാബിഹി ഫഗശിയഹും النعاس وسمعوا حاطفا يقول لا تجردوا رسول الله صلى الله عليه وسلم وفي روايه غسلوه في قميصه الذي مات فيه. കണ്ട അപ്പൊ പിന്നെ അതുകൊണ്ട് ഒരു ശറഈന്റെ ഹുക്ം സ്ഥിരപ്പെടുവല്ലേ? പണ്ഡിതന്മാർ ചർച്ച അലീസ് ഇബ്രാഹിം തങ്ങൾ പറയാം ഫൈൻ ഖുൽതൽ ഹാതിഫു ബിമുജറദിഹി ലാ യസ്ബത് ബിഹി ഹുക്മൻ ഖുൽതു യജൂസു അൻ യകൂന ളമ്മ ഇലാ ദാലിക ഇജ്തിഹാദും മിൻഹും ബഅദ സമാഇൽ ഹാതിഫി ഫസ്തഹ്സനു ഹാദൽ ഫിഅല വഅജ്മഉ അലൈഹി ഫൽഇസ്തിദ്ലാലു ഇന്നമാ ഹുവ ബിഇജ്മാഇഹിം ലാ ലിസമാഇൽ ഹാതിഫി. തെളിവ് കർമ്മശാസ്ത്ര തെളിവ് ഇജ്മാഇന് അവർക്ക് പ്രചോദനമുണ്ടായതും അതിന് ഉപോത്ബലകമായതും സ്വപ്നമാണ്. അപ്പൊ സ്വപ്നം ഇപ്പൊ കണ്ടില്ലേ, ഒരു മുടി ഒരു പുണ്യകേശം അത് കൊടുക്കണോ കൊടുക്കണ്ടേ? കൊടുക്കുന്നതിനും തെറ്റില്ല, കൊടുക്കാതിരിക്കുന്നതിനും തെറ്റില്ല, രണ്ടും പറ്റുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അത് കൂടുതൽ നല്ലത് കൊടുക്കലോ ഇവിടെ തന്നെ വെക്കലോ, ഇതിൽ നിന്നൊരു കഷ്ണം കൊടുക്കലോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്ന് കൊടുക്കലോ, ഇങ്ങനെ ഒന്ന് വന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കിട്ടിയപ്പോൾ ചെയ്തു. ഇത് സഹാബത്തിന്റെ പതിവാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് സഹാബത്തിന്റെ കാലത്ത് അത്തരം സ്വപ്നങ്ങളുണ്ട്, ആ നിർദ്ദേശപ്രകാരം നടക്കലുമുണ്ട്. പക്ഷെ കിതാബ് ഓതി പഠിക്കണം, അപ്പടിച്ചത് ഓർമ്മ വെക്കണം. ആലിമീങ്ങളെ ഗീബത്ത് കൊണ്ട് മനുഷ്യൻ ധാരാളം നാവിലും സുഖലായാൽ പിന്നെ ഒരു കിതാബ് ഓർമ്മ ഉണ്ടാകൂല കേട്ടോ. അല്ലാഹു കാക്കട്ടെ. ഹസ്റജി സ്വപ്നം കേട്ടു എന്ന് പേരോട് പറയും, പേരോട് കള്ളത്തരം പറഞ്ഞ ഹസ്റജി പറഞ്ഞതാണ്. അത് ഹസ്റജിയുടെ സനദ് വായിക്കുമ്പോ അതിൽ തന്നെ ബിഅംരിൻ മിർ റസൂലില്ലാഹി എന്ന് വായിച്ചത് എല്ലാവരും കേട്ടതാ. ഇനി അയാൾ എന്നെ ജീവനോടെ പറയുന്നത് കേട്ടോളി. പക്ഷെ ഒരു കാര്യണ്ടേ, അതിൽ ഉസ്താദിനെ അദ്ദേഹം കുറച്ച് ബഹുമാനിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആരും ബോധം കെട്ടു പോകുന്നു ചെയ്യും. അദ്ദേഹം പറയട്ടെ. فسبب انتقال الأمانة الشريفة وهي شعرة مباركة من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت، وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار، هو أمر من سيد رسول الله صلى الله عليه وآله وصحبه وسلم. فأنا خادم الآثار الشريفة ولست بصاحبها، صاحبها سيدي رسول الله صلى الله عليه وسلم، وهو الذي يأمر